മീനൂസ് ഫാമിലി ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തോരൻ മുരിങ്ങയ്ക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 2 ഇളം മുരിങ്ങയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. മുരിങ്ങയ്ക്ക കട്ട് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു സ്പൂൺ എടുത്ത് നമുക്ക് അകത്തുള്ള ആ ഭാഗം നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടത് മുട്ടയാണ്. 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളകും സവാളയും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ചെടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കടുക് താളിച്ചയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും മുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതിനെ വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ 2 മുട്ടയും ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കതിനെ ചിക്കി എടുക്കാവുന്നതാണ്. മുട്ടയൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നമ്മുടെ ആ മുരിങ്ങയ്ക്കയുടെ ഭാഗവും നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. അതിന് നമുക്ക് ഇതിലേക്കൊന്ന് മുട്ടയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിരകി വെച്ചിരിക്കുന്ന 1/4 മുറി തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഈ തേങ്ങയൊന്നും മിക്സിയിലിട്ട് അരച്ചൊന്നും എടുക്കുന്നില്ല. ജീരകം നമ്മൾ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നന്നായിട്ട് എടുത്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കൊരു മൂടി ഉപയോഗിച്ച് ഇതിനെ നമുക്ക് അടച്ച് തീ വളരെ കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതുതായി എത്തുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും.